ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഈ ഒരു തക്കോലം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് സ്റ്റാർ അനൈസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നല്ല ഒരു 100 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സാധാരണയായിട്ട് ബിരിയാണിക്കായിട്ടും അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു തക്കോലം ഉപയോഗിക്കാറ്. അതല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും നമുക്ക് ഈ ഒരു തക്കോലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിനനുസരിച്ച് തക്കോലം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കണം എന്നുള്ളതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കോഴ്സായിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് കുറപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ഈ ഒരു തക്കോലം കൊണ്ട് നമ്മളിനി എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ ചകിരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും ഒരു ചിരട്ടയിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചിരട്ടയില്ലെങ്കിൽ അതിൻ്റെ മുകളിലും ഈ ഒരു തേങ്ങയുടെ നാര് അല്ലെങ്കിൽ ചകിരി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിലേക്ക് തക്കോലം പൊടിച്ചത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കർപ്പൂരം, അത്യാവശ്യം നല്ല കർപ്പൂരം തന്നെ, വലിയ കർപ്പൂരമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കർപ്പൂരം നമുക്ക് കത്തിച്ച് കളയാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ആ ഒരു കർപ്പൂരം കത്തിക്കുമ്പോൾ ആ ഒരു കർപ്പൂരത്തിൻ്റെ കൂട്ടത്തിൽ തക്കോലം പൊടിച്ചതും ആ ഒരു തേങ്ങയുടെ ചകിരിയും ചേർന്ന് കത്തുമ്പോൾ ഇതുപോലൊരെണ്ണം നമ്മുടെ വീട്ടിൽ വൈകുന്നേര സമയത്ത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്ര തന്നെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അതൊക്കെ കാണാണ്ട് പോകുന്നതായിരിക്കും. പകരം നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഇപ്പോൾ ക്ലൈമറ്റും കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വെയിൽ അല്ലെങ്കിൽ നല്ല മഴ എന്നുള്ള രീതിക്ക് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നല്ല കൊതുകിൻ്റെ ശല്യം, പൊടിച്ചകളുടെ ശല്യമൊക്കെ നമ്മുടെ വീട്ടിൽ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുമാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കടയിൽ നിന്നും കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലൊന്ന് സന്ധ്യാസമയത്ത് ചെയ്തു നോക്കൂ. സ്വിച്ച് ഇട്ട പോലെ നമ്മുടെ വീട്ടിലുള്ള കൊതുകുകളും പൊടിച്ചകളൊക്കെ കാണാണ്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത്രത്തോളം ഫലപ്രദമായിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ്. അതുപോലെ തന്നെ വളരെയധികം ഫലപ്രദവുമായിട്ടുള്ള ഒരു ടിപ്പാണ് ഒരു തുണ്ട് തക്കോലം പഞ്ചസാരയിൽ ഇട്ട് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ലിറ്റർ കണക്കിന് അല്ലെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് വേണ്ടി കരുതി വെക്കുന്ന ഓയിലുകളൊക്കെ നമ്മൾ ഒരുപാട് ദിവസം അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ നാശമായി പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ ലിറ്റർ കണക്കിന് അല്ലെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കുന്ന ഓയിലിനകത്ത് ഇതുപോലെ ഒരു തുണ്ട് തക്കോലം മാത്രം ഇട്ട് വെച്ച് നോക്കൂ. ഒരുപാട് ദിവസമായാലും നമ്മുടെ ഓയിലുകളൊക്കെ കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രാത്രിയാണ് കേട്ടോ ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് തക്കോലം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനിവിടെ അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു അലോവേര ജെല്ലിന് പകരം ഒലിവ് ഓയിലാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. രാത്രി മുഴുവൻ നല്ല രീതിയിൽ തന്നെ ആ ഒരു അലോവേര ജെല്ലിലാണെങ്കിലും ഓയിലാണെങ്കിലും നമ്മുടെ ഈ ഒരു തക്കോലം പൊടിച്ചത് നല്ല രീതിയിൽ കുതിർന്നതിന് ശേഷം ആ ഒരു അലോവേര ജെല്ലിൽ ഈ ഒരു തക്കോലത്തിൻ്റെ എസൻസ് നല്ല രീതിയിൽ തന്നെ ഇറങ്ങുന്നതായിരിക്കും. അല്ല ഒലിവ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു ഒലിവ് ഓയിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു തക്കോലത്തിൻ്റെ എസൻസ് ഇറങ്ങുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങിയ ആ ഒരു തക്കോലത്തിൻ്റെ എസൻസ് ഉള്ള അലോവേര ജെല്ലാണെങ്കിലും ഒലിവ് ഓയിലാണെങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അത്രത്തോളം നല്ലതാണ്. തക്കോലത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും ഷിക്കിമിക് ആസിഡ്, ലിനാലോൾ തുടങ്ങിയ സംയുക്തങ്ങളും മുഖത്തെ ചുളിവുകൾ മാറ്റാനും മുഖക്കുരു കുറയ്ക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനും വളരെയധികം ഉത്തമമാണ്. തക്കോലത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും പ്രായം തോന്നിക്കുന്നത് തടയാൻ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുകയും മുഖത്തെ കറുത്ത പാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ചർമ്മത്തിൻ്റെ അയവ് മാറ്റി തിളക്കമുള്ളതും ദൃഢമുള്ളതുമാക്കാനും സഹായിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ രാത്രി മുഴുവനും കുതിർന്ന ആ ഒരു അലോവേറ ജെല്ല് അല്ലെങ്കിൽ തക്കോലം കുതിർന്ന അലോവേറ ജെല്ല് നമ്മുടെ ഫേസിൽ ആഴ്ചയിൽ 2-3 തവണ കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ഒരു 10 തൊട്ട് 15 മിനിറ്റ് സമയം മാത്രം നമ്മുടെ ഫേസിൽ വെച്ചിരുന്നാൽ മതിയാകും. നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് തക്കോലം പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആപ്പിൾ സിഡർ വിനീഗറാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ സിഡർ വിനീഗർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സിന്തറ്റിക് വിനെഗറും പകരത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ഉപ്പാണ്. ആ ഒരു ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കോലം പൊടിച്ചതിൻ്റെ
തക്കോലൊക്കെ നല്ല രീതിയിൽ ആ ഒരു എസൻസ് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്ത പാത്രത്തിൽ അരപ്പാത്രം അളവിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇനി നമുക്കൊരു അരമണിക്കൂർ സമയത്തേക്ക് ഈ ഒരു പാത്രം അങ്ങനെ തന്നെ ഒന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴാണ് ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് ആ ഒരു തക്കോലും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ എസൻസൊക്കെ നന്നായിട്ടൊന്ന് കലർന്ന് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗറും തക്കോലും നല്ല രീതിയിൽ തന്നെ ആ ഒരു വെള്ളത്തിൽ കലർന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഒരു ബോട്ടിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം. ഞാനിവിടെ ലിക്വിഡ് ഡിഷ് വാഷ് തീർന്ന ഒരു ബോട്ടിലാണ് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതുകൂടെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് മാസക്കണക്കായാലും കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതി കേട്ടോ. ഇപ്പം നല്ല മഴയും വെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റിലും ഒരുപാട് എലികളുടെയും പെരിച്ചാഴികളുടെയും പാമ്പിൻ്റെ ശല്യം വളരെയധികം രൂക്ഷമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവറ്റുകളെയൊക്കെ കൊല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ വൈകുന്നേര സമയത്ത് നമ്മുടെ വീടിൻ്റെ ചുറ്റും നല്ല രീതിയിൽ തന്നെ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതിയാകും. പിന്നീട് അവറ്റകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും കാണാൻ പോലും കിട്ടുകയില്ല. ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല നമ്മുടെ കിച്ചണിലെ ഒരുപാട് ശല്യക്കാരായ പല്ലികളെയും പാറ്റകളെയും ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചു വെച്ച നമ്മുടെ തക്കോലം കുറച്ച് ഇതുപോലെ കിച്ചണിലും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ടും കൗണ്ടർ ടോപ്പിൻ്റെ ഇടയിലായിട്ടും കിച്ചൺ സിങ്കിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നമ്മൾ വിട്ടുവെക്കുകയാണെങ്കിൽ എത്രത്തോളം രൂക്ഷമായിട്ടുള്ള പല്ലികളുടെയും പാറ്റകളുടെയും ശല്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് അവറ്റകളുടെ ശല്യം നമുക്ക് ഇല്ലാണ്ടാവുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു നല്ല അത്യാവശ്യം വലിയ ഗ്ലാസ് അളവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിവിടെ 2 തക്കോലമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച തക്കോലം ആണെങ്കിലും ഈ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു 10 മിനിറ്റ് സമയത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് ആ ഒരു തക്കോലത്തിൻ്റെ എസൻസ് നല്ല രീതിയിൽ തന്നെ വെള്ളത്തിലേക്ക് കുതിർന്ന് ചേരണം. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് തിളപ്പിച്ച് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. തക്കോലത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ്, വയറുവേദന മാറ്റാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വിഷാദം, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതിലെ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അണുബാധകളെ പ്രതിരോധിക്കുന്നു. ദഹനക്കേട്, മലബന്ധം, വയറുവേദന എന്നിവ ശമിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. വിറ്റമിൻ സി, എ എന്നിവയാൽ സമ്പന്നമായതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്നു. ഇതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ചുമയ്ക്കും ആശ്വാസം നൽകുന്നുണ്ട്. ഉത്കണ്ഠ, വിഷാദം എന്നിവയുടെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും ഇത് വളരെയധികം ഫലപ്രദമാണ്. ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചേർത്ത് അർബുദം പോലുള്ള രോഗങ്ങളെ തടയാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് രാവിലെ വെറും വയറ്റിൽ തന്നെ കുടിക്കണം എന്നുള്ളതില്ല. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ടും നമുക്കൊരു 1/2 ഗ്ലാസ് അളവിലേക്ക് മാത്രം നമുക്കിത് കുടിച്ചിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് തക്കോലം പൊടിച്ചതൊരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിറ്റമിൻ ഇ ക്യാപ്സൂളും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ ഒരു തക്കോലം മുടിക്ക് അത്രത്തോളം നല്ലതാണ്. തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും മുടിയിഴകളെ ബലപ്പെടുത്താനും തക്കോലം സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ താരൻ കുറയ്ക്കാനും അണുബാധ തടയാനും ഉത്തമമാണ്. മുടിയുടെ സ്വാഭാവിക നിറം നഷ്ടപ്പെടുത്താതെ, അതായത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്കുള്ള ഒരു വലിയ പ്രശ്നമാണ് പ്രീമെച്യൂർ ഗ്രേ, അതായത് അകാല നിര. ആ ഒരു പ്രശ്നം ഇല്ലാണ്ട് മുടിയിഴകളെ സംരക്ഷിക്കാൻ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നുണ്ട്. മുടിക്ക് തിളക്കവും മൃദുത്വവും നൽകാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നമ്മൾ എടുത്ത ആ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു ചെറിയ ഗ്ലാസ് അളവിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓവർ നൈറ്റ് തന്നെ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കൊരു ബോട്ടിലിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു രീതിയിലുള്ള സ്പ്രേ ബോട്ടിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാനും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാനും എളുപ്പമായിരിക്കും. ആഴ്ചയിൽ 2-3 തവണ നമ്മളിത് കുളിക്കുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് നിങ്ങൾ കഴുകുമ്പോൾ സോപ്പ്, ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കഴുകി മാത്രം കളഞ്ഞാൽ മതിയാകും. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിഡിലൻ റെമഡി തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങളുടെ തലമുടിക്ക് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ മോൾക്ക് ഈ ഒരു രീതിയിലാണ് ഞാൻ ആഴ്ചയിൽ 3 തവണ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമാണെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.